ഗൈസ്, അപ്പൊ നമ്മളൊരു അടിപൊളി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ കാറിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നതല്ലേ നിങ്ങൾ ആലോചിച്ചത്? നമ്മൾ ആക്ച്വലി മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ രാവിലെ നമ്മളൊരു 6 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി. ഇപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ലാന്ന്. അപ്പൊ വേഗം ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തു. ഇനി നമുക്ക് കാണണ്ടേ, മൂകാംബിക എല്ലാവർക്കും കാണണ്ടേ? ഇതിലിപ്പോൾ ആരാ മൂകാംബികയിൽ പോവാത്തേന്നൊന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങള് ഒരു വർഷത്തിലൊരിക്കൽ എന്തായാലും പോകാൻ ശ്രമിക്കാറുണ്ട്. ദേവി നമ്മൾ കൊണ്ടുപോകാറുണ്ട്, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാ. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഹോട്ടലിലാണ് വന്ന, വൃന്ദാവൻ നെസ്റ്റ് പ്യോർ വെജ്. എനിക്ക് ഈ കർണാടക ബെന്നെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നോക്കാം ഇവിടെ ബെന്നെ മസാല ദോശ കിട്ടുമോ നോക്കാം. അമ്മയുണ്ട്, വൈറ്റാറുണ്ട്. നിങ്ങൾ അച്ഛനങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ, ഇന്ന് അച്ഛനും ഉണ്ട് വീഡിയോയില്. അമ്മേ ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. വാ നടക്ക്. ഇവിടെ മറ്റേ ബെന്നി ദോശ കിട്ടുമോ? ബെന്നി ദോശ കിട്ടുന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെ വന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. കാരണം കർണാടകയിൽ ആ ദോശ ആണല്ലോ, മസാല ദോശ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല, കുറച്ചുകൂടി ചെറുതാണ്, നല്ല ടേസ്റ്റ്. അതുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മസാല ദോശയോടുള്ള ആഗ്രഹം അങ്ങ് പോയി. അച്ഛൻ ഇഡ്ഡലി വട പറഞ്ഞു, ഇത്തൂന് ഗീ റോസ്റ്റ്, ബൈത്തട്ട മൈസൂർ മസാല, അമ്മയും മസാല ദോശ. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് ഊത്തപ്പമാണ് ഇപ്രാവശ്യം പറഞ്ഞത്. എനിക്ക് ഊത്തപ്പം ഭയങ്കര ഇഷ്ടമായിട്ടാ, നല്ല ടേസ്റ്റ് ഇല്ല. പിന്നെ നമ്മൾ ബൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ഗോവൻ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, കാസർഗോഡ്, മാംഗ്ലൂർ, കർണാടക ഭാഗത്തുള്ള ഒരു ഡിഷായിട്ട് ബൺസ്. നല്ല ടേസ്റ്റാണ്, കുറച്ച് സ്വീറ്റ് ആണ്, ബട്ട് ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. സാമ്പാറും ചട്നിയും തരും അവര്, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാ. നല്ല പാർക്കിംഗ് സൗകര്യവും നല്ല ക്ലീനും നീറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വാഷ്റൂം സൗകര്യം ഉണ്ടായിരുന്നു, വാഷ്റൂമും നീറ്റ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാം, കുഴപ്പമൊന്നുമില്ല, നല്ല ഹോട്ടലാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര തുടർന്ന് ഇങ്ങോട്ടെ മൂകാംബികയിലേക്ക്. മൂകാംബികയിൽ പോകുമ്പോഴുള്ളൊരു റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ആ റോഡിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ചുറ്റും. നമുക്കിങ്ങനെ ദേവി ചുറ്റും നിന്ന് നമ്മൾ നോക്കുന്ന പോലെ തോന്നും. ഈ എൻട്രൻസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? മൂകാംബിക പോയവർക്കും അതിന്റെ ഫോട്ടോസും വീഡിയോസും കണ്ടവർക്കും അറിയാം. മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ഒരു എൻട്രൻസ്, ഒരു കവാടാണത്. ഇതും കഴിഞ്ഞ് എനിക്കൊന്ന് ഒരു 1 to 2 കിലോമീറ്റേഴ്സ് ഇനിയും പോകണം. ഇത് ഏത് ബസ് സ്റ്റാൻഡാന്ന് മനസ്സിലായോ? നമ്മൾ അരവിന്ദന്റെ അതിഥികളിൽ അവരിറങ്ങി വരുന്നില്ലേ ഒരു ബസ് സ്റ്റാൻഡ്, അതാണിത്. അപ്പൊ അത് അമ്മ പറഞ്ഞു, ഇത് ആ സിനിമയിലെ ആ സംഭവം അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ പോയത് നേരെ സൗപർണികയിലേക്ക്. കാരണം ഇത്തു ഫ്രഷ് ആയിട്ടൊന്നുമില്ല, രാവിലെ ആയതുകൊണ്ട് നമ്മൾ മാത്രമേ കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ചിത്തൂനെ ഒന്ന് കുളിപ്പിക്കാന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ സൗപർണികയിൽ ഫുള്ള് വെള്ളമായിരുന്നുകൊണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മൾ പൈപ്പിലപ്പോൾ വെള്ളം, അവര് നദിയിലെ വെള്ളം, പുഴയിലെ വെള്ളം തരും. അപ്പൊ അതിലാണ് നമ്മൾ റിഫ്രഷ് ആയത്. അപ്പൊ നമ്മള് മൂകാംബിക എത്തി. സൗപർണിയിൽ ഇത്തും വൈകിട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയിട്ടില്ല, സാരി കൊടുത്തോണ്ട്. പക്ഷെ ഇവരെ ഇറങ്ങി കാണുമ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. നല്ല വേറെ ഡ്രസ്സും കൊണ്ടുവരായിരുന്നു, ഇവിടുന്ന് മാറ്റായിരുന്നു. കാരണം എല്ലാ ലേഡീസും അങ്ങനെ ചെയ്യുന്നുണ്ട്, എല്ലാരും കുളിക്കുന്നുണ്ട്. പിന്നെന്താ, നല്ല ഒരു പോസിറ്റീവ് വൈബ്. ഇവിടെ ഒരു ഫിലിം ഷൂട്ടിങ് നടക്കുന്നുണ്ട്, അമ്മ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഷൂട്ടിങ് നോക്കിയിട്ട് കണ്ടാൽ നല്ല രസമുണ്ട്. ഇത്തും വൈകിട്ടാണ് കുളിസീനാണ്. കാരണം കുറെ കുട്ടികളെല്ലാം പോയിട്ടുന്നുണ്ട്, കാണിക്കാനാവില്ല. നല്ല ഭംഗിയുണ്ട് അല്ലേ? അച്ഛൻ കണ്ട, അച്ഛനോട് ഫിലിം ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ മൂകാംബികയിലെത്തി. ഞാനും അമ്മയും ബൈത്തേട്ടനും ഇത്തും അച്ഛനെല്ലാം ഒരെല്ലാം മുന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടാ. ഒരു എത്തുമ്പോ തന്നെ ഒരു ഭയങ്കര എനർജി അല്ലേ, പോസിറ്റീവ് എനർജി. സുന്ദരിയായി നോക്കട്ടെ, നേരെ നിക്ക്, നോക്കട്ടെ അമ്മ ഡ്രസ്. ഇത് മൂകാംബികയില് നമ്മൾ അധികം വരുമ്പോ ഫുഡ് കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. മറ്റേ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന കഴിച്ചേ. പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും മറ്റേ ഈ കൊമ്പുള്ള ഈ കാള ഉണ്ടായിരുന്നു, ആ സെയിം കാളയാണ് തോന്നുന്നത്. വലിയ ഭയങ്കര കൊമ്പായിട്ട്. പക്ഷെ ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. നമ്മള് പൂ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു ഫസ്റ്റ്. നമുക്ക് പോവാ, ഇവിടെ തന്നെ ഒരു പൂക്കാരൻ ചേട്ടന്റെ ഒരു കടയുണ്ട്, നമുക്ക് പൂ വാങ്ങിക്കാം.
അങ്ങനെ നമ്മൾ പൂവെല്ലാം വെച്ചിട്ട് പോലായി. അപ്പൊ പൈത്തേട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ, നീ പൂ വെച്ച് നടക്കുന്നൊന്നും ആരും കാണൂല, വീഡിയോ എന്തായാലും ആവറേജ് ഒരു 1-2 മിനിറ്റ് ഉണ്ടാവില്ല, നിന്റെ പൂവൊന്നും ആരും കാണൂല പറഞ്ഞ എന്നെ വെറുതെ കളിയാക്കുന്നുണ്ടായത്, വാരുന്നുണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പെങ്കിലും നമുക്ക് കുറേ ഫോളോവേഴ്സ് എല്ലാം ആകുമ്പോൾ ആരെങ്കിലും അതെടുത്ത് കണ്ടാലോ. അപ്പൊ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലെത്തി. അയ്യോ എന്ത് രസമല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ദേവി ക്ഷേത്രത്തിൽ വന്നാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും, അതെന്താണെന്ന് അറിയില്ല. ഇപ്പൊ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലം, അത് നമ്മൾ 10 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ ചെരുപ്പ് വെക്കാം. നമ്മൾ ഉള്ളിൽ കയറി, നല്ല തിരക്കായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂ ഉണ്ടായിനി. പിന്നെ അയ്യപ്പന്മാരുടെ സീസൺ ആണല്ലോ, അതുകൊണ്ട് കുറേ അയ്യപ്പന്മാരും ഉണ്ടായിന്. നമ്മളങ്ങനെ സ്പെഷ്യൽ ക്യൂവിൽ കയറി. സ്പെഷ്യൽ ക്യൂ എന്ന് വെച്ചാൽ 2 പേർക്ക് 500 രൂപ കൊടുത്താലും നമുക്ക് പെട്ടെന്ന് ദർശനം കിട്ടി തിരിച്ചു വരാം. അപ്പം ഇത്തോടെ ഒരു കുട്ടിയിലൂടെ കളിക്കായിരുന്നു, ഞങ്ങൾ നാട്ടിലത്തെ ഒരു ചേച്ചിയാട്ടത്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു 10-15 മിനിറ്റ്സിനുള്ളിൽ ദർശനം കിട്ടി, നമ്മൾ തിരിച്ചു വന്നു. ഇത് മറ്റേ നന്ദികേശന്റെ ചെവിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് നടക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അങ്ങ് പറഞ്ഞു, നടത്തി തരട്ടെ ഈശ്വര, അത് നടക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ്. ചുറ്റും കുറെ പ്രതിഷ്ഠയുണ്ട്. നമ്മളെ പുള്ളിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചുറ്റും പ്രദക്ഷിണം വെച്ചു. അപ്പൊ നമ്മള് മൂകാംബിക ദേവീൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. നമ്മൾ മറ്റേ സ്പെഷ്യൽ കൗണ്ടർ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി. ഉള്ളിൽ കയറി തൊഴുതു, പ്രാർത്ഥിച്ചു, നമ്മളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ പൈത്തേട്ട പ്രസാദം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റും കുറേ പ്രതിഷ്ഠ ഉണ്ടല്ലോ ഇവിടെ. ഹനുമാനുണ്ട്, ശിവന്റെ തന്നെ 3 ഇതുണ്ട് അല്ലേ, 2-3 ഉണ്ട്. പിന്നെ ആഞ്ജനേയനുണ്ട്. പിന്നെ ആരാളുള്ളത്, ദേവി, വിഘ്നേശ്വരന്റെ ഒരു 2-3 പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ചുറ്റിലും കുറേ ഉണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറേ പൂജകൾ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തൂനെ എഴുത്തിനിരുത്താൻ വന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിന് പൂജ. നെയ്വിളക്ക് വെക്കണമെങ്കിൽ അത് വെക്കാം. അപ്പൊ പൈത്തേട്ടൻ പ്രസാദം വാങ്ങിയിട്ട് വരുന്നുണ്ട് ഒരു കൊട്ടയിൽ, ഞാൻ കാണിച്ചു തരാം. കണ്ട അച്ഛനും പൈത്തേട്ടനും ഇത്തും കൂടെ പ്രസാദം വാങ്ങിക്കാൻ പോയതാണ്. അവർക്ക് കിട്ടി, അവർ വരുന്നുണ്ട്. ഇതാണ് ആ രഥം. നിങ്ങൾക്ക് ഈ രഥം എല്ലാവർക്കും പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഫേമസ് രഥം അത്. അതെ, മറ്റേ രഥോത്സവത്തിനിടെ ഉത്സവത്തിന്റെ സമയത്ത് ഈ രഥത്തിൽ വെച്ചിട്ടാണ് ദേവീനെ ഇങ്ങനെ വിളിക്കല്. അപ്പൊ നമുക്ക് ലഡു കിട്ടി ഗൈസ്. ഈ ലഡു എന്ത് ടേസ്റ്റ് അറിയാം, ഞങ്ങളൊരു 5 എണ്ണത്തെ വാങ്ങിയിട്ടുണ്ടായിന്. കാരണം നല്ല ടേസ്റ്റാണ്, ഭയങ്കര മധുരമില്ല, വേറെ കുറെ ഇൻഗ്രീഡിയൻസിൽ ആഡ്. നമ്മൾ നോർമൽ മറ്റേ ലഡു അല്ല, മഞ്ഞ ലഡു അല്ല, നല്ല ടേസ്റ്റാണ്. അമ്മ എല്ലായിടത്ത് സഞ്ചിയിൽ വെച്ചു, ഒന്ന് പൊട്ടിച്ചാൽ മതി പറഞ്ഞു അമ്മ. പക്ഷെ ഇത്തൂനൊന്ന് ഫുള്ള് വേണം, അങ്ങനെ വാശി പിടിച്ച് ഒന്ന് ഫുള്ള് വാങ്ങി. അതിന്റെ സങ്കടമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്, കൊടുക്കാത്തതിൻ്റെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് മൂകാംബിക പോവാത്തവർ, ദർശനം കിട്ടാത്തവർ ഇപ്പം ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു, നിങ്ങൾ ആഗ്രഹമല്ല. ഞങ്ങളങ്ങനെ നിവേദ്യം കഴിഞ്ഞ് ഇങ്ങനെ 3 പ്രാവശ്യം വലം വെക്കുമല്ലോ, അതും കണ്ടു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം മൂകാംബിക പോയപ്പോൾ ഒന്നും തടസ്സമില്ലാണ്ടെല്ലാം കാണാൻ പറ്റി. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പുറത്തന്നെ ലേഡീസിൻ്റെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ബൈത്താട്ടം പോകുന്ന സൈഡാണ് ഭോജനശാല. അതിപ്പോൾ പണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ അത് റെനോവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AC ഹോളാന്നുള്ളത്, നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ മൂകാംബിക ഫുൾ ദർശനം എല്ലാം കഴിഞ്ഞ് സഞ്ചിയിൽ നമ്മൾ പ്രസാദം എല്ലാം വാങ്ങി. പിന്നെ നിവേദ്യമല്ലേ കഴിഞ്ഞത്. നിവേദ്യം കഴിഞ്ഞിട്ട് ദേവി പുറത്ത് 3 പ്രാവശ്യം ചുറ്റുന്ന എല്ലാം കണ്ടു. ഇന്നെല്ലാം കാണാൻ പറ്റി. അതെ, പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് വന്നത്. നല്ല തിരക്കുണ്ട്. പൂജ സമയത്ത് വരുന്ന പോലെ ഇല്ല. മറ്റേ നവരാത്രിന്റെ സമയത്ത് അത് കഴിഞ്ഞില്ല, അപ്പം എല്ലാരും വന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നറിയാ കനകന എന്താ ഉടുപ്പിന് എന്തോ പറയല്ലോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെന്താ, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകുന്നത്. ആടുന്ന് നമ്മൾ പ്രസാദം അന്നദാനം കഴിക്കാൻ വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ടോയ്സ് വാങ്ങാൻ പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബാ വണ്ടി. അപ്പൊ നമ്മളില്ലേ ഈ ജ്യോതിസ് പറഞ്ഞ ഒരു റെസിഡൻസിയിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഇവിടെ റൂം ഫുള്ളാണ്, നോ റൂംസ് നല്ല ചെയ്തിട്ട്. അപ്പൊ നമ്മൾ വെച്ച് എന്തായാലും വേറെ വണ്ടി വരുമല്ലോ ഇവിടെ വെക്കാന്ന് ചോദിച്ചാൽ നമ്മളൊരു 100 രൂപ കൊടുക്കാന്ന് വെച്ചിട്ടാ വെച്ചത്. പക്ഷെ ചോദിച്ചിട്ടില്ല അല്ലേ. അപ്പൊ നമുക്കിനി കനകന്റെ കിണ്ടി കാണാൻ പോവാം. ഉടുപ്പി. അങ്ങനെ നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ മന്ദിറിലേക്ക് എത്തി. ലിഫ്റ്റ് കണ്ട വെതറിന്റെ തലയിലുണ്ട്, അമ്മയുടെ ഉണ്ട്. നമുക്ക് ഫുള്ള് കയറാം. ഉള്ളിൽ എനിക്കൊന്ന് വീഡിയോ അലൗഡ് അല്ല, കുറച്ച് ദൂരം വരെ അലൗഡ് ഉള്ളൂ. നമുക്ക് നോക്കാം, ഉള്ളത്ര വരെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ടെമ്പിളിന് ഒരു ഐതിഹ്യമുണ്ട്. എന്തറിയോ, പണ്ട് ഇതിൻ്റെ വിഗ്രഹം നോർമലി എല്ലാ വിഗ്രഹവും ഉള്ള പോലെ ഈസ്റ്റിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പണ്ടൊരു മുനി കനകൻ അല്ലമ്മേ, അങ്ങനെ ഒരു മുനി, അയാളൊരു ദളിതായിരുന്നു. അപ്പൊ പണ്ട് ഇതിനുള്ളിലൊന്നും കയറാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഇവരെ പുറത്താക്കി. അങ്ങനെ പുറത്ത് നിന്നിട്ട് ഇവർ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചപ്പോൾ വിഗ്രഹം ഓട്ടോമാറ്റിക്കലി വെസ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. അപ്പം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ വരുമ്പോൾ ആ കനകന് ദർശനം കൊടുത്ത ആ വാതിലൂടെ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് വിഗ്രഹം ശരിക്കും കാണാൻ പോവാം. അങ്ങനെ അവിടെ 2 ജനലുണ്ട്, ഒന്ന് കനകന കിണ്ടിയും ഒന്ന് നവഗ്രഹ കിണ്ടിയും. ഒരു 9 ഹോൾസ് ഉള്ള ഒരു ജനലിലൂടെയാണ്, ഒരു സിൽവറിന്റെ ജനലിലൂടെയാണ് ഇവിടെ വിഗ്രഹം ദർശിക്കാൻ പറ്റല്. ഫസ്റ്റ് കനകൻ ദർശിച്ചിട്ട് ഇപ്പൊ വണ്ടി കുത്തിച്ചേനെ ഞാൻ. ഭംഗിയുള്ള നല്ല സ്റ്റോഴ്സ് എല്ലാം ഉണ്ട് അല്ലമ്മേ? ആ മറ്റേ കൃഷ്ണന്റെ മറ്റേ ഉരലെല്ലാം ഉണ്ട് കണ്ട. ഉരലല്ല, അതിനെന്താ പറയാ? ഉരലല്ല, അല്ല അതിന് കൊടോ, ഉറി. ഉറി, യെസ്. വൈത്തേടന് ഇത്തൂനൊന്നും കാണുന്നില്ല, പോയാ. പിന്നെ മുട്ട ബേബി നോക്കി ക്യൂട്ട്. ഇത് മറ്റേ മറ്റേ സാധനം ഉണ്ട് ഇവിടെ. ഒരു ആനയുണ്ട് ഇവിടെ. ആനയല്ലേ? നമുക്ക് ഓർമ്മയില്ല, ആനയില്ലേ? ആനയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അല്ല ഇതല്ല, ഒറിജിനൽ ആനയുണ്ട് ഇവിടെ. കാരണം ആനയുടെ ചാണകത്തിന്റെ ഒരു മണം ഉണ്ട്. അത് ഒറിജിനൽ ആനയല്ല അമ്മേ? ആ ഇവിടെ ശ്രീകൃഷ്ണ മന്ദിറിന് വൈകുണ്ഠം എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ ഭജനാസെല്ലാം ഉണ്ടാവുന്നത്. ഗീത പാരായണം ചെയ്യുന്നതാണ് ഇപ്പോൾ. ഇവിടെ കണ്ടോ മറ്റേ വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ട്, പക്ഷെ അത് റാപ്പ് ചെയ്തിട്ടുള്ളത്, പൊട്ടിച്ചിട്ടില്ല. ഇതാട്ടെ എൻട്രൻസ്. ഉള്ളിൽ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം തോന്നുന്നു. എത്ര വരെ പോകാൻ പറ്റുന്ന എനിക്കറിയില്ല. അലൗഡ് ആണ്. ആ മറ്റേ കുളമെല്ലാം കാണിക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളിലേക്ക് കാണിക്കാൻ പറ്റാത്തില്ല. ഇവിടുന്ന് നമ്മളില്ലേ നെയ്യ് വാങ്ങിക്കലുണ്ട്, നല്ല ടേസ്റ്റ് ഇവിടുത്തെ നെയ്യ്. കാണിച്ചു തരാം കേട്ടാ. നല്ല ഭംഗിയുള്ള ഐഡൽസ് ഒക്കെ കണ്ടോ. വെങ്കടേശ്വരൻ. ഇവന്റെ കൂടെ വന്നവരവിടെ. സോ ഇതാണ് ഇവിടുത്തെ ഭോജനശാല. പറ്റിയ കഴിക്കട്ടെ ഭക്ഷണം. ഈ കാണുന്ന സേവ കൗണ്ടറിൽ നമുക്ക് സ്പെഷ്യൽ ക്യൂവിന് നമുക്ക് പൈസ കൊടുത്ത് കയറാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്കത് മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ ഈ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉടുപ്പിയിൽ ദർശനം കിട്ടിയത്. ആ ക്യൂ നിൽക്കുന്നതിനൊരു സുഖമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, വന്നിട്ട് നിൽക്കാൻ നല്ല രസമാണ്. കഴിച്ചത് കാണാൻ ഒരു അറ്റ്മോസ്ഫിയറെ ഒരു എനിക്ക് എങ്ങനെയാ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അറിയില്ല. അങ്ങനെ നമ്മൾ ദർശനത്തിന് പോകുന്നത് സൂപ്പർ എക്സൈറ്റഡ്. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ലേറ്റ് ആയിപ്പോയി. അപ്പം നമ്മൾ നേരെ ഇറങ്ങി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. ഇത് നമ്മൾ മംഗലാരത്തുള്ളൊരു എന്താണിത് ഒരു സംഭവമാണ്. ഞാൻ പോയിട്ടില്ല, കാരണം ഇപ്പം എൻ്റെ മടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ട് പോകാനുള്ള എനിക്ക് കുറച്ച് നടുവേദനയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ബൈത്തട്ടനും പോയി. അപ്പോൾ അവരെടുത്ത വീഡിയോ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാനും ആദ്യമായിട്ടാണ് ഫേസ് കാണുന്നത്. അവിടെ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, പിന്നെ മസാജ് ഉണ്ട് തോന്നുന്നു, കുട്ടിയൊക്കെ കളിക്കേണ്ട പാർക്കാണ് അത് കാണുന്നത്. അതൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സെറ്റപ്പ് എന്നാണ് പറഞ്ഞത്. അവരെന്തോ കഴിക്കുക. ഇവിടെ ഫിഷ് പാക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ പണ്ട് വന്നപ്പോൾ എനിക്ക് ചെയ്തായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അവർ ലൈം ജ്യൂസും പിന്നെന്താ പാനിപ്പൂരി, അമ്മ പാനിപ്പൂരി പേഴ്സണാണ് കേട്ടോ, പാനിപ്പൂരിയാണ് കഴിച്ചത്. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഒരു 6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇന്നൊരു ചെറിയൊരു അടിപൊളി വ്ളോഗാണ്. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിച്ചു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.